നമസ്കാരം. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും തമ്മിലുള്ള വാക്പോരാണ് കഴിഞ്ഞ 2 ദിവസമായിട്ട് മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയാകുന്നത്. വി ഡി സതീശൻ ഒരു പന്നനാണ് എന്നാണ് ആദ്യം വെള്ളാപ്പള്ളി തുറന്നടിച്ചത്. അതുപോലെ പറവൂരിൽ അയാൾ ജയിക്കും എന്നുള്ള അമിത ആത്മവിശ്വാസമാണ് അയാൾക്ക്. അയാൾ പറവൂരിൽ തോറ്റിട്ടുമുണ്ട്. ഒരു പ്രതിപക്ഷ നേതാവിന് വേണ്ട യോഗ്യതകളോ ഗുണങ്ങളോ ഒന്നും തന്നെ വി ഡി സതീശന് ഇല്ല എന്ന കാര്യമാണ് ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ ചൂണ്ടിക്കാട്ടിയത്. അതോടൊപ്പം ശ്രീനാരായണ ഗുരു എന്ത് പറഞ്ഞിട്ടുണ്ടോ അതിന് വിരുദ്ധമായിട്ടാണ് വെള്ളാപ്പള്ളി ചെയ്യുന്നത് എന്ന കാര്യമാണ് വി ഡി സതീശൻ പറയുന്നത്. വാക്പോരും വാക്യുദ്ധവും ഒക്കെ തന്നെ തുടരുകയാണ്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഹങ്കാരത്തിന് കൈയും കാലും വെച്ചിരിക്കുകയാണെന്നും മുഖ്യമന്ത്രിയാകുമെന്ന് കരുതിയാണ് അയാളുടെ അഹങ്കാരം എന്നുമാണ് ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ പുതിയതായി പറഞ്ഞിരിക്കുന്ന ഒരു പ്രസ്താവന. ഈഴവനായ കെ സുധാകരനെ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് പുറത്തു ചാടിച്ചു. മതേതരവാദിയാണെങ്കിൽ ഈഴവർക്ക് എന്താണ് നൽകിയത് എന്ന് സതീശൻ പറയട്ടെ. ഏതെങ്കിലും ഒരു ഈഴവന് എന്തെങ്കിലും നൽകിയോ എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. അതുപോലെ തന്നെ സതീശന്റെ മണ്ഡലത്തിൽ എത്തി കാര്യങ്ങൾ പറയാതെ പോകുന്നത് സമുദായത്തിന്റെ അന്തസ്സിന് ചേരില്ല, തന്റെ പൗരുഷത്തിന് അതൊന്നും ചേരില്ല എന്ന് വെള്ളാപ്പള്ളി പറഞ്ഞു. അതുപോലെ തന്നെ സതീശൻ താൻ ശ്രീനാരായണീ ധർമ്മം പഠിക്കണം എന്നാണ് സതീശൻ പറയുന്നത്. എന്നാൽ താൻ പറയുന്നത് അല്ലേ ശരി എന്ന് വെള്ളാപ്പള്ളി ചോദിച്ചു. ഈഴവന് വേണ്ടി സതീശൻ എന്ത് ചെയ്തു? സതീശൻ മണ്ഡലത്തിൽ എന്താണ് ചെയ്തത്? നാളെ തോൽക്കാൻ വേണ്ടിയാണ് സതീശൻ ഇതൊക്കെ ചെയ്യുന്നത്. 100 പേരെ ജയിപ്പിക്കുമെന്ന് സതീശൻ പറഞ്ഞു. എന്നാൽ ഇയാളെ കൊണ്ട് ഒന്നും ചെയ്യാനാകില്ല. ഒരു DCC അധ്യക്ഷൻ തന്നെ ഭരണം കിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അതിൽ കൂടുതൽ താൻ എന്ത് പറയണമെന്ന് ചോദിച്ചു വെള്ളാപ്പള്ളി. ഈഴവർ വോട്ട് കുത്തുന്ന യന്ത്രമല്ലാതെ അധികാരം കിട്ടുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടി. മുസ്ലിം വിരോധിയായി തന്നെ ഒതുക്കാൻ ശ്രമിച്ചാൽ അങ്ങനെ ഒതുങ്ങുന്നവനല്ല താൻ. പറവൂരിൽ 52% വോട്ടുണ്ട് എന്ന് പറഞ്ഞ സതീശൻ തോറ്റത് ഓർമ്മയില്ലേ എന്നുള്ള കാര്യമൊക്കെ വെള്ളാപ്പള്ളി ചോദിച്ചു. ഇതിപ്പോൾ ഒരു സമുദായ നേതാവും പ്രതിപക്ഷ നേതാവായ കോൺഗ്രസ് നേതാവും തമ്മിലുള്ള വിഷയമാണ്. ഇത്തരത്തിൽ പല വിഷയങ്ങളും നമ്മുടെ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാറുണ്ട്. പലരും പലതരത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, കോൺഗ്രസ് എന്ന പാർട്ടിയുടെ അവസ്ഥ പരിതാപകരമാണ്. അത് പാലോട് രവി പറഞ്ഞത് അതിപ്പം ആലങ്കാരികമായിട്ട് പറഞ്ഞതാണ്, അല്ലെങ്കിൽ സാഹചര്യം നോക്കി പറഞ്ഞതാണ്, അതുപോലെ പ്രവർത്തകരെ ഉദ്ബോധിപ്പിക്കാൻ പറഞ്ഞതാണ് എന്നൊക്കെ പറഞ്ഞ് രക്ഷപ്പെടാം. എന്നാൽ പോലും കേരളത്തിൽ കോൺഗ്രസിന്റെ അവസ്ഥ വളരെയധികം പരിതാപകരമാണ്, വളരെ സങ്കടകരമാണ് അവസ്ഥ. കേരളത്തിൽ കോൺഗ്രസ് ഇല്ലാതായി പോകുന്ന കാഴ്ച ചിലപ്പോൾ കാണേണ്ടി വരും. മാത്രമല്ല, മൂന്നാമതും ഇടതുപക്ഷം തന്നെ അധികാരത്തിൽ വരും എന്ന് ഒരു കോൺഗ്രസ് നേതാവ് തന്നെ ഉറപ്പിച്ചു പറയുമ്പോൾ, അല്ലെങ്കിൽ രാഷ്ട്രീയ നിരീക്ഷകർ അടക്കം ഒന്നടങ്കം പറയുമ്പോൾ, ഇത്തരത്തിൽ ഉള്ള വാഗ്വാദങ്ങളോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒന്നും രണ്ടും പറച്ചിലുകളോ ഒന്നും കോൺഗ്രസിന് ചേർന്നതല്ല എന്നുള്ളതാണ് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ വെള്ളാപ്പള്ളിയുടെ ഇത്തരം പ്രസ്താവനകൾക്ക് അദ്ദേഹം മൗനം പാലിക്കുകയായിരുന്നു വേണ്ടത്. കൃത്യമായി കാര്യങ്ങൾ പറയാതിരിക്കുകയാണ് വേണ്ടത്. ഒരു സ്വാഭാവികമായ മറുപടി എന്നുള്ള നിലയ്ക്ക് എങ്ങും പിണക്കാതെ, ആരെയും പിണക്കാതെയാണ് സതീശൻ മറുപടി പറഞ്ഞത്. എന്നാൽ പോലും ഇത്തരത്തിലുള്ള വാഗ്വാദങ്ങളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും കോൺഗ്രസിൽ ഉണ്ടാകുന്നത് എന്തുകൊണ്ട് എന്ന ഒരു ആത്മപരിശോധന നടത്താൻ വി ഡി സതീശനും സണ്ണി ജോസഫും ഒന്ന് തീരുമാനമെടുക്കണം. കാരണം ഇത് കൂടുതൽ പ്രതിസന്ധിയിലേക്ക് പോകും. നമുക്ക് കോൺഗ്രസിനോടോ കോൺഗ്രസ് പാർട്ടിയോടോ വി ഡി സതീശനോടോ അല്ലെങ്കിൽ നേതാക്കളോടോ വിരോധമൊന്നുമില്ല. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം, അഭിപ്രായ ഭിന്നതകൾ രാഷ്ട്രീയമായിട്ടുണ്ടാകാം. അതല്ലാതെ കേരളത്തിൽ കോൺഗ്രസ് തകരണമെന്നോ ഇന്ത്യയിൽ കോൺഗ്രസ് തകരണമെന്നോ നമ്മളാരും ആഗ്രഹിക്കുന്നില്ല. അപ്പം ഇത്തരത്തിൽ ഒരു ഇതൊരു വേള രാഷ്ട്രീയ നാടകമായിരിക്കാം, അല്ലെങ്കിൽ രാഷ്ട്രീയമായ മറ്റേ ഒരു പ്രതിസന്ധിയിലേക്ക് കോൺഗ്രസിനെ തള്ളിവിടാൻ ഉതകുന്ന ഒരു സംഭവമായിരിക്കാം. പക്ഷേ കോൺഗ്രസ് ഈ ഒരു കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കുകയാണ് വേണ്ടത്. ഇവിടെ ജാതി വോട്ടോ അല്ലെങ്കിൽ മത വോട്ടോ മറ്റു കാര്യങ്ങളോ ഒക്കെ തന്നെ നമ്മൾ കുറെ കാലമായി ചർച്ച ചെയ്യുന്നു. ജാതിയും മതവും നോക്കി വോട്ട് ചെയ്യുന്ന ഒരു വിഭാഗം ഉണ്ടായിരിക്കാം. പക്ഷേ പ്രബുദ്ധ കേരളത്തിലെ കൂടുതൽ ജനങ്ങൾ, ഭൂരിപക്ഷ ജനങ്ങളൊക്കെ തന്നെ ഒരാളുടെ കഴിവും പ്രാപ്തിയും ഒക്കെ തന്നെ നോക്കിയും അല്പം രാഷ്ട്രീയം നോക്കിയും ഒക്കെ തന്നെ വോട്ട് ചെയ്യുന്നതാണ്. ഇടതുപക്ഷ വോട്ടുകളൊക്കെ തന്നെ എത്ര ഇപ്പൊ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ സഖാക്കൾ, നേതാക്കളൊക്കെ തന്നെ പോയി വോട്ട് ചെയ്യുന്നത് അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് തന്നെയായിരിക്കും. കാരണം അതൊരു രീതിയാണ്. ആ രീതിയിലേക്ക് കോൺഗ്രസിനെ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആ ശക്തി, ക്ഷയിച്ചുപോയ ശക്തി തിരികെ കൊണ്ടുവരാൻ കൂടുതൽ ശ്രമിക്കുകയാണ് വേണ്ടത്. പന്നനാണ് എന്ന് വിളിച്ചാൽ, ഞാൻ പന്നനാണെങ്കിൽ അതിനുവേണ്ട പരിഹാരം എന്താണ് എന്ന് ഇത്ര 89 വയസ്സായ മനുഷ്യനാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം പറയുന്നതിൽ കാര്യമില്ലാതെയില്ല. പക്ഷെ അദ്ദേഹത്തോട് വളരെ സൗഹാർദ്ദപരമായ ഒരു കാര്യത്തിൽ ഇടപെട്ട് ആ കാര്യങ്ങൾ ചർച്ചയാക്കുകയാണ് വേണ്ടത്, അല്ലെങ്കിൽ ആ കാര്യങ്ങൾ ചർച്ച ചെയ്ത് പരിഹരിക്കുകയാണ് വേണ്ടത്. അതുപോലെ 3 ആഴ്ച മുമ്പ് വി ഡി സതീശൻ ഒരു ചടങ്ങിൽ വെച്ച് വെള്ളാപ്പള്ളിയെ കണ്ടപ്പോൾ വീട്ടിലോട്ടൊന്ന് വന്നോട്ടോ, കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ്, അങ്ങയുടെ വീട്ടിലേക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് ഇറങ്ങാം, വിളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞു എന്നും വെള്ളാപ്പള്ളി നടേശൻ പറയുന്നുണ്ട്. എന്തായാലും തർക്കം ഉടനെയും അവസാനിക്കുന്ന ലക്ഷണമില്ല. ഒന്നും രണ്ടും പറഞ്ഞ് ഇപ്പം വെള്ളാപ്പള്ളി നടേശനും വി ഡി സതീശനും ഇനിയിപ്പോൾ വേറെ ആരെങ്കിലും നേതാക്കൾ ഏറ്റുപിടിക്കുകയാണെങ്കിൽ അവരുമൊക്കെയായുള്ള തർക്കങ്ങളും പ്രസ്താവന യുദ്ധങ്ങളും ഒക്കെ തുടർന്നു പോകാനാണ് സാധ്യത എന്നാണ് തോന്നുന്നത്.
ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ. പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം. ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമാഖ്യ ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര. കാമരൂപമെന്ന് കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന് വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം. സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം. ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരുത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ്. കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ 65,000 രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് 59,000 രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു. ആദ്യം ബുക്ക് ചെയ്യുന്ന 5 പേർക്ക് 56,000 രൂപയ്ക്ക് ഏർലി ബേർഡ് ഓഫറും ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക. 8089001200 അല്ലെങ്കിൽ 7736549234.